വയസ്സൻ രാഷ്ട്രീയം മാറ്റി യുവതലമുറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുകയാണ്. അത് തുറന്നടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെ. ഒരു കാലത്ത് യുവാക്കൾക്ക് വില കൊടുക്കുന്നില്ല എന്ന ഘട്ടത്തിൽ നിന്നും യുവാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന കോൺഗ്രസിന്റെ ഒരു മാറ്റം കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാങ്കൂട്ടം പറഞ്ഞത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ ഭൂരിഭാഗം പേരും യുവ നേതാക്കളാണ് മത്സരിച്ചത് എന്നും പറയുകയാണ്. 51 സീറ്റിൽ പുതുമുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടം പറയുകയാണ്. പലരും ശ്രദ്ധിക്കാതെ പോയ കോൺഗ്രസിന്റെ ആ മാറ്റത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് മാങ്കൂട്ടം. ആ വീഡിയോയിലേക്ക് പോകാം. ഇല്ല, ആരും എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലാതെ ആരും അത് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിവാദം ഇല്ലാതെ പിന്നെ എങ്ങനെ അത് മാറ്റി ഉറയ്ക്കുന്നത്? വിവാദം എന്ന് പറഞ്ഞാൽ പിന്നെ ഏതൊരു സിനിമയിൽ ആയിട്ടില്ല മാത്താന്ന് പറയുന്നതിന്റെ കൂട്ട് നിങ്ങളൊക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ട് അത് വിവാദമാകുന്നില്ല. ഇത് അങ്ങോട്ട് ആരും ക്യാരി ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം. ഇപ്പുറത്തൊന്നൊരു റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല ആരും. അതിന്റെ ഒരു നിരാശ നിങ്ങളുടെ മുഖത്ത് കാണാനും കഴിയുന്നുണ്ട്. അല്ല, അതിപ്പോ ഒരാള് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന അയാളുടെ അയോഗ്യതയൊന്നും അല്ലല്ലോ. ഇവിടെ ചെറുപ്പക്കാർക്ക് അവസരം ഇല്ലാത്തൊരു സാഹചര്യമില്ല. കോൺഗ്രസ് പാർട്ടി UDF എന്ന് പറയുന്നത് പ്രോപ്പർ ബ്ലെൻഡാണ്. ലീഡർഷിപ്പിന്റെ ഒരു പരിപൂർണമായ ബ്ലെൻഡിങ് ഇതിനകത്തുണ്ട്. ഇത്രയേറെ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുന്ന വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങൾക്ക് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മാത്രമല്ലോ, പ്രസ്ഥാനത്തിന്റെ ഫേസ് ആകാൻ റെസ്പോൺസിബിലിറ്റി ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന വേറൊരു പാർട്ടിയെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിന്റെ എത്രയോ പ്രധാനപ്പെട്ട ഫേസാകുന്ന ഉത്തരവാദിത്തങ്ങൾ, ഫേസാകാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാനടക്കമുള്ള ചെറുപ്പക്കാർക്ക് ഈ പ്രസ്ഥാനം തരികയല്ലേ. അതിപ്പോ ഞാൻ എന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ മികവ് കൊണ്ട് ആർജിച്ചെടുക്കുന്ന ഒന്നുമല്ലല്ലോ. എനിക്ക് പാർട്ടി തരുന്ന അവസരമാണ്. ഞാനടക്കമുള്ള ചെറുപ്പക്കാർക്ക് പാർട്ടി തരുന്ന അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കുറച്ചും കൂടെ ബോധ്യമുള്ളത്, നമുക്കൊരു സീറ്റിൽ ഇങ്ങനെ നിരന്തരമായി ജയിക്കുക എന്ന് പറയുന്നത്, ജനങ്ങളുടെ അംഗീകാരം വാങ്ങുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് അയോഗ്യതയല്ല എന്ന് മാത്രമല്ല, അതൊരു വലിയ യോഗ്യതയാണ്. ജനങ്ങൾ തുടർച്ചയായി നമ്മളെ ജയിപ്പിക്കുക, ജനങ്ങൾക്ക് തുടർച്ചയായി നമ്മളോടുള്ള അവരുടെ പ്രതിനിധിയാകാനായിട്ടുള്ളൊരു മാൻഡേറ്റ് തന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അതൊരു അയോഗ്യതയല്ല, യോഗ്യതയാണ്. അല്ല, അങ്ങനെ ഒരു ശതമാനത്തിന്റെ കാര്യമൊന്നുമല്ല. ഇപ്പൊ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിന്റെ വിന്നബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് വിന്നബിലിറ്റിയാണ്. അതിന്റെ മാനദണ്ഡമാകേണ്ടത് വിന്നബിലിറ്റിയാണ്. വിന്നബിലിറ്റിയുടെ റഡാറിൽ ഒരു ചെറുപ്പക്കാരനാണ് വരുന്നതെങ്കിൽ ആ ചെറുപ്പക്കാരന് അവസരം കൊടുക്കുക. വിന്നബിലിറ്റിയുടെ റഡാറിൽ ഒരു 90 വയസ്സുകാരനാണ് ഒരു വാർഡിൽ ജയിക്കുന്നതെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്? ആ സീറ്റിൽ ഒരു ചെറുപ്പക്കാരൻ ജയിക്കില്ല. 90 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ജയിക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രായം അതിനൊരു അയോഗ്യതയായി മാറുന്നത്? 90 വയസ്സുകാരനെ മത്സരിപ്പിക്കണം. വിന്നബിലിറ്റി ആകണം, മറ്റൊരു ഇൻട്രസ്റ്റും ആകരുത്. വിന്നബിലിറ്റി ആകണം തെരഞ്ഞെടുപ്പിന്റെ റഡാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. ഇപ്പങ്ങനെ അതാ പറഞ്ഞത്. അത് ആവശ്യം ഉള്ള ഘട്ടത്തിലാണല്ലോ പറയേണ്ടത്. ഇപ്പൊ ആവശ്യം പോലെ ചെറുപ്പക്കാർ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉള്ളപ്പോൾ നമുക്കത് പറയേണ്ട ആവശ്യമില്ല. പാർട്ടി സ്വാഭാവികമായിട്ട് തരികയാണ്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക് താരതമ്യേന എല്ലാ കാലത്തും ചെറുപ്പക്കാർക്ക് വലിയ സ്വീകാര്യത ഈ കോൺഗ്രസിനകത്തുണ്ടെങ്കിലും ചെറുപ്പക്കാർക്ക് അത്ര കണ്ട് പ്രാധാന്യം ഇല്ല എന്ന് ചെറുപ്പക്കാർക്ക് തോന്നിയിരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പം തെരഞ്ഞെടുപ്പാണ് അതിന്റെ മാനദണ്ഡമെങ്കിൽ നിങ്ങൾ തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കൂ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ മാത്രം 12 പേര് വന്നു. 51 പുതുമുഖങ്ങൾ. കോൺഗ്രസ് ആകെ 90 സീറ്റിലോ മറ്റാണ് മത്സരിച്ചത്. അതിൽ 51 സീറ്റിൽ പുതുമുഖങ്ങൾ മത്സരിച്ചു. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കൂ. എന്റെ തൊട്ടു മുൻഗാമിയായ ശ്രീ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോകുന്നു. ശ്രീ ഹൈബി ഈഡൻ, ശ്രീ ഡീൻ കുര്യാക്കോസ്, കുമാരി രമ്യ ഹരിദാസ് അടക്കമുള്ള കോൺഗ്രസ് മത്സരിക്കുന്ന ആകെ 14 സീറ്റ് അല്ലെ. 14 സീറ്റിൽ 4 പരിപൂർണമായി ചെറുപ്പക്കാർ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടു മുമ്പത്തെ ജനറേഷൻ മത്സരിക്കുന്നു. ഇനി ഇപ്പോഴത്തെ പാർട്ടി പുനഃസംഘടന നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോഴത്തെ പാർട്ടി പുനഃസംഘടന എടുത്തു നോക്കുമ്പോൾ പുതിയ PCC പ്രസിഡന്റായി ശ്രീ സണ്ണി ജോസഫ് വരുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായ അനിൽകുമാറിനോടൊപ്പം 2 ചെറുപ്പക്കാരാണ്. എന്റെ തൊട്ടു മുൻഗാമിയും അതിന്റെ മുൻഗാമിയാണ് കോൺഗ്രസിന്റെ PCC വർക്കിംഗ് പ്രസിഡന്റുമാരാകുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് റോളുകളിലെല്ലാം പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് പദവികൾക്കപ്പുറം റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നിങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കൂ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഹാൻഡ്ഫുൾ ഓഫ് ചെറുപ്പക്കാർക്ക്, എല്ലാ പഞ്ചായത്തിന്റെയും ചുമതല കൊടുത്ത ചെറുപ്പക്കാർക്കല്ലേ. ഓരോ പഞ്ചായത്തിന്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നൽകിയ ചെറുപ്പക്കാർക്കല്ലേ. അപ്പം പൊളിറ്റിക്സിൽ ഉത്തരവാദിത്തങ്ങളും പ്രധാനപ്പെട്ടതാണ്. ആവശ്യമുള്ള ചെറുപ്പക്കാർ കിട്ടുന്നുണ്ട്. അല്ലാതെ ശ്രീ VD സതീശൻ അതിനകത്ത് പങ്കാളിത്തമുണ്ട്. അതിനു മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കാളിത്തമുണ്ട്. അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് അതിനകത്ത് പങ്കാളിത്തമുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവോട് കൂടിയിട്ടുണ്ടായ മാറ്റമുണ്ട്. ശ്രീ KC വേണുഗോപാൽ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് എത്തിയതിന്റെ മാറ്റമുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ മാറ്റങ്ങൾ ഒരു ടോട്ടൽ
ചേഞ്ചാണ്. അല്ല ഞാൻ പറഞ്ഞ ഇത്രയും ആളുകളും ഇവർ പറഞ്ഞ ഇത്രയും അല്ല വി ഡി സതീശനെ ഞാൻ റദ്ദ് ചെയ്യുന്നു. നിങ്ങൾ വി ഡി സതീശനെ മാറ്റി നിർത്തത്. വി ഡി സതീശൻ ഇതിന്റെ ഭാഗമല്ലേ? അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, റെപ്രസെന്റേഷൻസ് നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. റെപ്രസെന്റേഷൻസ് ചെറുപ്പക്കാർക്ക് താരതമ്യേന അങ്ങനെ റെപ്രസെന്റേഷൻ ഇഷ്യൂ വലിയ തോതിലില്ല. അത് വന്നാൽ ആ നിമിഷം റേസ് ചെയ്യും. അതിനകത്ത് തർക്കമുള്ളത്. ഞങ്ങളത് റേസ് ചെയ്തിട്ടുള്ള ലെഗസി ഞങ്ങൾക്കുണ്ട്. ആ ലെഗസിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി ഞങ്ങൾക്കുണ്ട്. റെപ്രസെന്റേഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. പിന്നെ അത് സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ ഉണ്ടാകണം. അതുപോലെ തന്നെ പിന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ റെപ്രസെന്റേഷൻ ഉണ്ടാകണം. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ട കാര്യമാണ്. ഏറ്റവും നാച്ചുറലായിട്ട് ഉണ്ടാകേണ്ട കാര്യമാണ്. CPM-ന്റെ ശൈലിയെ ശരിയെന്ന് നമുക്കങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന പറയുന്ന കാര്യമൊന്നുമല്ലല്ലോ അത്. ഇന്ത്യയുടെ ഭരണഘടന അങ്ങനെ ആർക്കെങ്കിലും മത്സരിക്കാൻ ഇത്ര തവണ പറ്റത്തുള്ളൂ. ഇപ്പം അമേരിക്കൻ പ്രസിഡൻഷിപ്പിന്റെ മാനദണ്ഡം എന്താണ്? 2 തവണ മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയെ ഫോളോ ചെയ്താൽ പോരാ. അല്ല CPM ഭരണഘടനയെ നമുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ പാലിച്ചു പോയാൽ മതി. അല്ല CPM ആണ് ഒരു നല്ല മാതൃക, പൊളിറ്റിക്സിലൊരു നല്ല മാതൃക എന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുക? CPM എടുക്കുന്ന എല്ലാ സ്റ്റെപ്പുകളുമാണ് നല്ല മാതൃകയെന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുക? അതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡത്തിൽ എടുത്തു കഴിഞ്ഞാലും കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് CPM ആണോ? ഇനിയും വിന്നബിലിറ്റി നിങ്ങൾ മാനദണ്ഡമാക്കിയാൽ ഇന്ത്യ എപ്പോഴെങ്കിലും അവർക്ക് ഭരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ എത്രയോ സക്സസ്ഫുൾ മോഡലാണ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണല്ലോ. ജനങ്ങൾ അംഗീകരിച്ച മോഡൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മോഡലല്ലേ? അപ്പൊ അതെങ്ങനെയാ CPM ചെയ്യുന്നതാണ് ശരിയെന്ന് പറയുന്നത്? ഓർമ്മയില്ലാത്ത ഘട്ടത്തിൽ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയില്ല. നമ്മുടെ മത്സരിക്കാനുള്ള ഇന്ത്യൻ ഭരണഘടന പറയുന്ന നിർദ്ദേശത്തിൽ തന്നെ സ്ഥിരബുദ്ധി, പ്രായപൂർത്തി എന്നീ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഓർമ്മശക്തി ഇല്ല എന്നൊക്കെ നമ്മൾ അങ്ങനെ ഓർമ്മശക്തി ഇല്ലാത്ത ആരാണ് ജനപ്രതിയായിട്ടുള്ളത്? അങ്ങൊരു പേര് പറയും. കോൺഗ്രസ് മത്സരിപ്പിച്ച് ഓർമ്മശക്തി ഇല്ലാത്ത ഒരാളുടെ പേര് അങ്ങ് പറയും. 70 കഴിഞ്ഞ് ഓർമ്മയില്ലാതാകുമെന്ന് ആരാ പറഞ്ഞത്? 70 കഴിഞ്ഞാൽ ഓർമ്മയില്ലാതാകുമെന്ന് ആരാ പറഞ്ഞത്? പിന്നെ മാത്രമല്ല, ആയുർദൈർഘ്യം കൂടുന്നൊരു കാലഘട്ടത്തിൽ 70 ഒരു പ്രായമാണോ? രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ അത് അങ്ങനൊരു ഫാക്ടർ ഞങ്ങളെന്തായാലും ബാധിച്ചിട്ടില്ല. എല്ലാ ഫാക്ടറുകളെയും അതിജീവിച്ച് ഞങ്ങൾ ജയിച്ച മണ്ഡലമാണ് നിലമ്പൂര്. അപ്പം ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു തുടങ്ങുന്നതിന്റെ തുടക്കം നിലമ്പൂരിൽ നിന്നായിരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ ഒരു നല്ല മാതൃക നിലമ്പൂരിൽ കാണാൻ പറ്റും. അപ്പം ഞങ്ങളെ ബാധിച്ച ഫാക്ടറല്ല. ഇനിയും CPM-നെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ല, അൻവർ ഞങ്ങളെ ബാധിച്ച ഫാക്ടറല്ല. ഞങ്ങളെ ബാധിച്ചിട്ടുള്ള UDF-നെ ബാധിച്ചിട്ടുള്ള ഒരു ഫാക്ടറല്ല ശ്രീ PV അൻവർ. കാരണം ഞങ്ങൾ ജയിച്ചല്ലോ. ഞങ്ങൾ പരാജയപ്പെട്ടു നിന്നിരുന്നൊരു മണ്ഡലം, 9 വർഷക്കാലമായി ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാതിരുന്ന മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി, അതായത് ഞങ്ങൾക്ക് ആ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 2011-ലാണല്ലോ ആ മണ്ഡലം പുതിയ നിലമ്പൂർ രൂപീകരിക്കപ്പെടുന്നത്. പുതിയ നിലമ്പൂർ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇടതുപക്ഷത്തിനോട് കുറച്ചുകൂടി ആഭിമുഖ്യമുള്ളൊരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ആര്യാടൻ സാറ് 2011-ൽ UDF-ന് ഗവൺമെന്റ് ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടിനാണ് ജയിച്ചത്. അവിടെ നിന്ന് അതിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾക്ക് ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ജയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറും ഞങ്ങളെ ബാധിച്ചില്ല. ജനങ്ങളുടെ പോസിറ്റീവ് ഫാക്ടർ മാത്രമാണ് ഞങ്ങളെ ബാധിച്ചത്.